എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 25-ാം തീയതി പുതിയതായി OTT-യിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ലർക്ക്. ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ അതിജീവനവും മനുഷ്യനും മൃഗവും തമ്മിലുള്ള സംഘർഷവുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ജുബിൻ ജേക്കബിന്റെ തിരക്കഥയിൽ MA നിഷ സംവിധാനം ചെയ്ത് സൈജു കുറുപ്പ്, അനുമോൾ, മഞ്ജു പിള്ള, അജു വർഗീസ്, ജാഫർ ഇടുക്കി, സുധീർ കരമന എന്നിങ്ങനെ വലിയ താരനിരയും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 26-ാം തീയതി മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. 2026 ജൂലൈ മാസം 30-ന് തിയേറ്ററുകളിലെത്തിയ ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ലിജോ മോൾ ജോസ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 5 കോടിക്കുള്ളിലാണ്. എന്നാൽ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ 4,41,00,000 പ്രശസ്ത തിരക്കഥാകൃത്ത് ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സിദ്ദിഖ്, സുധീഷ് എന്നിവരും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. സോണി ലിവാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 4 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി ക്രൈം ലീഗൽ ത്രില്ലർ ചിത്രമാണ് ബന്ദർ. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത് ബോബി ഡിയോൾ പ്രധാന വേഷത്തെത്തിയ ഈ സിനിമയിൽ ബോബി ഡിയോളിനെ കൂടാതെ മലയാള നടൻ ഇന്ദ്രേജ് സുകുമാരൻ, സന്യ മൽഹോത്ര, രാജ്ബി ഷെട്ടി തുടങ്ങിയവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 28 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഐ നോബഡി. പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമ ഒരു സാധാരണ കുടുംബകഥയാണെങ്കിലും അതിനെ സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമയായും ഒപ്പം ഒരു ആക്ഷൻ ത്രില്ലറായി മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ തിയേറ്ററിൽ വൻ പരാജയം നേരിട്ട ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നിസാം ബഷീറാണ്. ഹക്കീം ഷാജഹാൻ, അശോകൻ, വിജയരാഘവൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. 2026 ജൂലൈ മാസം 9-ന് തിയേറ്ററിൽ റിലീസ് ചെയ്ത ഈ സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് അൻപേ ഡയാന. പാരി ഇളവഴകന്റെ സംവിധാനത്തിൽ പാരി ഇളവഴകൻ, രമ്യ രംഗനാഥൻ, റോജ സെൽവാമണി എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമ ഇപ്പോൾ സോണിയിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം 28 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹിന്ദി കോമഡി ഫാന്റസി ചിത്രമാണ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് സൂപ്പർ ഹീറോ. മനീഷ് സൈനി സംവിധാനം ചെയ്ത് ജാക്കി ഷറഫ്, ഭാഗ്യശ്രീ, പ്രതീക ബബ്ബർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു മുത്തശ്ശനും പേരക്കുട്ടിയും തമ്മിലുള്ള ഹൃദയസ്പർശിയായ ബന്ധമാണ് സിനിമയുടെ പ്രധാന ഇതിവൃത്തം. C5-യുടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് ക്രൈം ഫാമിലി ത്രില്ലർ ചിത്രമാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. സുമന്ത്, ജഗപതി ബാബു എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഒരു ത്രില്ലിംഗ് അനുഭവമാണ് സിനിമ സമ്മാനിക്കുന്നത്. ഓഗസ്റ്റ് മാസം 28 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് പ്രശസ്ത സംവിധായകൻ ലോകേഷ് കനകരാജ് ആദ്യമായി നായകനായ രംഗത്തെ കുറിച്ചൊരു തമിഴ് ആക്ഷൻ റൊമാൻറ്റിക് ത്രില്ലർ ചിത്രമാണ് DC. അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വാമിക ഗബ്ബി, സഞ്ജന കൃഷ്ണമൂർത്തി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഓഗസ്റ്റ് മാസം 7-ാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്ത ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. സെപ്റ്റംബർ മാസം പകുതിയോടെയോ അല്ലെങ്കിൽ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഹോളിവുഡ് സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ദ സീക്രട്ട് വുമൺ. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമാണ് പ്ലൂട്ടോ. നീരജ് മാധവ്, അൽതാഫ് സലീം എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജൂലൈ മാസം 30-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആദിത്യൻ ചന്ദ്രശേഖരാണ്. അർഷ, ചാന്ദിനി ബൈജു, അജു വർഗീസ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിലേക്ക് അപ്രതീക്ഷിതമായ ഒരു അന്യഗ്രഹ ജീവൻ ഇറങ്ങുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ഈ മൂവി ഇപ്പോൾ സൈനാപ്ലേകളുടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.